ഉപയോഗിച്ച ശേഷം വെറുതെ വലിച്ചെറിയുന്ന മുട്ടത്തോട് വെച്ചിട്ടുള്ള ഒരു 10 ഉപയോഗങ്ങളാണ് നമ്മൾ കാണിക്കുന്നത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള, നമ്മുടെ വീട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ നമ്മൾ മുട്ടത്തോട് വെച്ചിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഇല്ലാത്ത ഈ ഒരു ടിപ്പ് കൂടി നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ മുട്ടത്തോട് നമ്മൾ നേരത്തെ ആരൊക്കെ കണ്ടിട്ടുണ്ടെന്നറിയില്ല. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഈ മുട്ടത്തോട് ഒരു അരമണിക്കൂർ നമ്മളൊന്ന് തിളപ്പിച്ച് സ്റ്റെറിലൈസ് ചെയ്യണം. അത് കഴുകിയതിന് ശേഷം അരമണിക്കൂർ തിളപ്പിക്കുക. ഒരു 20 മിനിറ്റോളം, ഒരു 20 മിനിറ്റോളം നമ്മൾ തിളപ്പിച്ച് ആ വെള്ളം ഒഴിവാക്കി ആ മുട്ടത്തോടൊന്ന് കഴുകി നമ്മളൊരു പാത്രത്തിൻ്റെ മേലേക്ക് ഒന്ന് കമിഴ്ത്തി വെച്ചതിന് ശേഷം ഒന്ന് ഉണക്കിയെടുക്കുക. സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് ഉണക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കുക. അങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മളിതിൽ ഉള്ളിലേക്ക് നമുക്ക് മുട്ടത്തോട് കഴിക്കണം എന്നുണ്ടെങ്കിൽ അത് നല്ല പോലെ തന്നെ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി മുട്ടത്തോട് വെച്ചിട്ട് അല്ലാത്ത ഉപയോഗങ്ങളാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ മുട്ടത്തോട് ഉപയോഗിച്ച ശേഷം കഴുകി ഉണക്കി വെച്ചാലും മതി കേട്ടോ. അപ്പോൾ നമ്മളിത് ഉള്ളിലേക്ക് കഴിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലപോലെ തന്നെ അണുവിമുക്തമാക്കണം. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇനി മുട്ടത്തോട് നമ്മൾ നല്ല പോലെ തന്നെ മിക്സിയിൽ നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ആർക്കും ഇത്രയും മുട്ടത്തോടൊന്നും കിട്ടില്ല. അപ്പം നമുക്ക് ഓരോ ദിവസവും ഉപയോഗിക്കുന്നത് വെറുതെ ഒന്ന് കഴുകി ഒന്ന് ഉണക്കി എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാസത്തിൽ ഒരു തവണയോ അല്ലെങ്കിൽ മാസത്തിൽ 2 തവണയൊക്കെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ തന്നെ വളരെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ, വളരെ ഉപകാരമായിരിക്കും. അപ്പോൾ നമ്മളിത് ആ മുട്ടത്തോടിൻ്റെ ഒരു തുള്ളി പൊടി കൂടി കളയേണ്ട ആവശ്യമില്ല. നമ്മളെല്ലാതും നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഈ മിക്സിയുടെ ജാറൊന്ന് കഴുകുകയാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മുടെ മിക്സിയിൽ പൊടിച്ചെടുക്കുമ്പോൾ നമ്മുടെ മിക്സിയുടെ ബ്ലേഡൊക്കെ നല്ല പോലെ തന്നെ മൂർച്ചം കൂടും. അതുപോലെ തന്നെ ആ ഒരു സ്റ്റീലിൻ്റെ കളറൊക്കെ മാറി നല്ല പുതിയതിൻ്റെ ഒരു കളർ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. നല്ലൊരു ഫിനിഷിങ് ആയിരിക്കും. പിന്നെ അതാണ് നമ്മുടെ ഫസ്റ്റത്തെ ടിപ്പ്. നമ്മുടെ മിക്സിയുടെ ബ്ലേഡ് നല്ലപോലെ മൂർച്ചും കൂടും. അതുപോലെ തന്നെ മിക്സിയുടെ ആ സ്റ്റീലിൻ്റെ ആ ഒരു പുത്തൻ കളറൊക്കെ നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ അടുത്ത ടിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് മുട്ടത്തോട് പൊടിച്ചത് എടുത്തിട്ടുണ്ട്, ഒരു 3/4 സ്പൂണോളം. പിന്നെ നമ്മൾക്ക് വേണ്ടത് ഒരു നുള്ള് ബേക്കിംഗ് സോഡ ഒരു നുള്ള് മതി. നമ്മുടെ കയ്യിലെടുക്കുമ്പോൾ ഒരു പിഞ്ച് അത്രയും ബേക്കിംഗ് സോഡ മതി. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ എടുക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. വീട്ടിലൊക്കെ ആട്ടിയിട്ടുള്ള വെളിച്ചെണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്താൽ മതി. ഇനി ഇത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്യാം. ഈ വെളിച്ചെണ്ണയും അതുപോലെ തന്നെ മുട്ടത്തോട് പൊടിച്ചതും ആ ഒരു നുള്ള ബേക്കിംഗ് സോഡയും നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ എത്ര വേണമെന്ന് വെച്ചാൽ നമ്മളിതൊന്ന് കട്ടിയുള്ള ഈ ഒരു പരുവത്തിലാവുന്നത് വരെ ഈ ഒരു മിക്സ് നല്ലൊരു കട്ടിയിൽ വരുന്ന വരെ ഒരുപാട് ഒഴിച്ച് കളയരുത്. നമുക്ക് ഈ ഒരു കട്ടിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. അതിനുള്ള വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ പല്ലിലുണ്ടാവുന്ന മഞ്ഞളിപ്പ്, അതുപോലെ തന്നെ പല്ലിൻ്റെ മോണയിൽ പഴുപ്പ്, മഞ്ഞളിപ്പ്, വായനാറ്റം തുടങ്ങിയവക്കൊക്കെ നമുക്ക് ഇതുപോലെ മിക്സ് ചെയ്ത് പല്ലിൽ തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മുട്ടത്തോടുള്ള കാൽസ്യം ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ പല്ലിനുണ്ടാവുന്ന ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നല്ലൊരു സൊല്യൂഷനാണ്. ഇത് വെച്ചുകൊണ്ട് പല്ല് തേക്കുകയാണെന്നുണ്ടെങ്കിൽ പല്ല് നല്ലപോലെ തന്നെ കളർ വെക്കും. അതുപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള പല്ലിൻ്റെ ഇനാമലിനെ ശക്തിപ്പെടുത്താനും മോണപ്പഴുപ്പിനും മഞ്ഞളിപ്പിനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ അതും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇനി നമ്മൾ അടുത്തത് പറഞ്ഞ ടിപ്പാണ് കേട്ടോ. നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ നമ്മൾ കുടിക്കുന്ന കട്ടൻ ചായ വേണമെങ്കിലും നമുക്ക് എടുക്കാം. അപ്പോൾ ഈ ഒരു ടിപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മുട്ടത്തോട് ഒരു 20 മിനിറ്റോളം നല്ലപോലെ തന്നെ ഒന്ന് തിളപ്പിച്ച് കഴുകിയതിന് ശേഷം വേണം ഉണക്കി പൊടിക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒരു 1/2 സ്പൂണോളം പൊടി എടുക്കുക. എന്നിട്ട് വെള്ളത്തിൽ നല്ലപോലെ തന്നെ മിക്സ് ചെയ്യുക. ഈ ഒരു വെള്ളം നമ്മൾ കുടിക്കുന്നത് നമ്മുടെ കാൽസ്യക്കുറവ് പരിഹരിക്കാൻ, അതുപോലെ തന്നെ എല്ലിൻ്റെ ബലത്തിന്, നമ്മുടെ നഖം പൊട്ടിപ്പോവാതിരിക്കാൻ, നഖം നല്ലപോലെ വളരാനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഈ രീതിയിൽ
കുടിക്കുന്നതിന് മുൻപ് നമുക്കൊരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിക്കാവുന്നതാണ് കേട്ടോ, കുടിക്കാവുന്നതാണ്. അപ്പോൾ സംശയിച്ച് നമ്മൾ കുടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് നമുക്ക് യൂട്യൂബിലൊക്കെ നോക്കിയാൽ ഒരുപാട് വീഡിയോസ് കാണാം മുട്ടത്തോട് വെച്ചിട്ടുള്ളത്. അപ്പോൾ സംശയമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. പിന്നെ നമ്മൾ ഒട്ടും വൈകിക്കുന്നില്ല. അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു പാത്രത്തിലേക്ക് 1 സ്പൂൺ കടലമാവ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ മുട്ടത്തോട് പൊടിച്ചത് അത് 1 സ്പൂണാണ് എടുത്തിട്ടുള്ളത്. കടലമാവ് ഏകദേശം ഒരു 1.5 സ്പൂണോളം നമ്മൾ എടുത്തിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് നമുക്ക് തൈര്, പാല്, അതല്ലെങ്കിൽ നമ്മുടെ കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ ഇളം ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഏറ്റവും നല്ലത് കഞ്ഞിവെള്ളവും തൈരുമാണ്. പാലൊക്കെ നമുക്ക് ചിലപ്പോൾ കൊഴുപ്പുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ആക്കാൻ പറ്റില്ല. അപ്പോൾ കഞ്ഞിവെള്ളം അതുപോലെ തൈരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുവിധം എല്ലാവർക്കും യൂസ് ആക്കാൻ പറ്റും. ഇനി ഇത് നല്ലപോലെ തന്നെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് ഒരു കട്ടിയുള്ള പേസ്റ്റ് രൂപത്തിലാക്കുക. അപ്പോൾ നമ്മൾ വെറുതെ വലിച്ചെറിഞ്ഞ് കളയുന്ന ഈ ഒരു മുട്ടത്തോട് വെച്ചിട്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് കേട്ടോ. ഇനി ഇതല്ലാതെ തന്നെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ ഉപയോഗങ്ങളുണ്ട്. അത് നമുക്ക് വഴിയെ കാണാം. അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്കിത് നമ്മുടെ മുഖത്തോ അല്ലെങ്കിൽ കൈകളിലോ കഴുത്തിലോ ഒക്കെ തേക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോ ആവാനും അതുപോലെ തന്നെ പിമ്പിൾസ് മാർക്കൊക്കെ പോകാൻ ഇത് യൂസ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. നല്ല കളർ വെക്കാനും അതുപോലെ തന്നെ ഉള്ള ഭംഗി നിലനിർത്താനും ചർമ്മത്തിൻ്റെ ഉള്ള ഭംഗി നിലനിർത്താനും നമുക്ക് ഈ ഒരു പാക്കിലൂടെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമ്മുടെ അടുത്ത ടിപ്പ്, നമ്മളിവിടെ 2 മുട്ടത്തോട് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് മൂർച്ചം പോയിട്ടുള്ള ഒരു കത്രികയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മൂർച്ചം പോയിട്ടുള്ള ഒരു കത്രികയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ ഒരു മുട്ടത്തോട് നല്ല പോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ നമ്മൾ കുഞ്ഞു കുഞ്ഞു പീസുകളാക്കി കട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് നല്ല പോലെ മൂർച്ചം കൂടിയിട്ടുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 4 മുട്ടത്തോടോ ഒരു 6 മുട്ടത്തോടോ ഒക്കെ ഇതുപോലെ പൊടിച്ചെടുക്കുക. സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പൊടിക്കുന്നതിനനുസരിച്ച് നമ്മുടെ മൂർച്ചം പോയിട്ടുള്ള കത്രിക നല്ല പോലെ തന്നെ മൂർച്ചം വെക്കും. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കത്രിക നല്ല പോലെ തന്നെ മൂർച്ചം കൂടും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ മുട്ടത്തോട് ഇതുപോലെ കട്ട് ചെയ്ത് മുട്ടത്തോട് കളയേണ്ട ആവശ്യമില്ല. അത് വെച്ചിട്ടും നമ്മളൊരു ടിപ്പ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ അത് നല്ല പോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ പേപ്പറൊക്കെ കട്ട് ചെയ്തിട്ട് മൂർച്ചം പോയിട്ടുള്ള കത്രികയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പോലെ തന്നെ മൂർച്ചം കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഇനി ഇത് കളയേണ്ട ആവശ്യമില്ല. ഇത് നമ്മുടെ വീട്ടിൽ മണി പ്ലാന്റ് അതുപോലെ തന്നെ കറിവേപ്പ്, കറ്റാർവാഴ ഇതിൻ്റെയൊക്കെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പോലെ തന്നെ വളരും. നല്ല കട്ടിയിൽ നമുക്ക് കറ്റാർവാഴയുടെ പോളയൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ നല്ല പോലെ തന്നെ വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. നമുക്ക് വെള്ളത്തിൽ വേണമെങ്കിലും മണ്ണിൽ വേണമെങ്കിലും ഈ മണി പ്ലാന്റിലൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. പുതിയ ശാഖകൾ വരാനും നല്ല വളർന്ന് പന്തലിക്കാനൊക്കെ നല്ല ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മളിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അടുത്ത് നമ്മൾ ഈ ടിപ്പിളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മിക്സാണ് നമുക്ക് വേണ്ടത്. ഇത് വെച്ചിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് നമ്മുടെ മുട്ടത്തോട് പൊടിച്ചത് കുറച്ച് അധികം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ കാണിക്കുന്ന ടിപ്പുകളൊക്കെ തന്നെ 100% വീട്ടമ്മമാർക്ക് ഉപകാരപ്പെടുന്ന ടിപ്പുകളാണ്. നമ്മൾ പിന്നെ ഇതിലേക്ക് ഈ ഒരു മിക്സിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഉപ്പാണ് കേട്ടോ. ആദ്യം നമ്മൾ ഇട്ട് കൊടുത്തത് ഉപ്പാണ്. ഒരു 2 സ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ബേക്കിംഗ് സോഡയാണ്. അപ്പോൾ ബേക്കിംഗ് സോഡ ഇല്ലാത്തവർക്ക് നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ നല്ല പോലെ തന്നെ കറിയൊക്കെ പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ ഇടുന്നതാണ് നല്ലത്. ഒരു 2 സ്പൂണ് ബേക്കിംഗ് സോഡയും നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കോൾഗേറ്റ് ആണ്. ഏത് ടൂത്ത് പേസ്റ്റ് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഏറ്റവും നല്ലത് വൈറ്റ് കളറിലുള്ള ടൂത്ത് പേസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ കോൾഗേറ്റ് ആണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു മിക്സിലേക്ക് നമുക്ക് വേണ്ടത് കഞ്ഞിവെള്ളമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബേക്കിംഗ് സോഡ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കഞ്ഞിവെള്ളത്തിന് പകരം നമുക്ക് ഉപ്പ് അതുപോലെ തന്നെ മുട്ടത്തോട് പൊടിച്ചത് പിന്നെ നമുക്ക് ഈ ഒരു വിനാഗിരി ഒഴിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ബേക്കിംഗ് സോഡ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് വിനാഗിരി ഒഴിച്ചാൽ മതി. ഇനി നമുക്ക് നല്ലൊരു പതക്ക് വേണ്ടിയിട്ട് ഒന്നല്ലെങ്കിൽ നമുക്കൊരു 2 സ്പൂണ് സോപ്പ് പൊടി ഇടാം. അതല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏത് ഡിഷ് വാഷ് ലിക്വിഡാണോ അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു പദം നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കുന്ന ഒരു സൊല്യൂഷനിൽ കുറച്ച് പദം വേണം അല്ലേ. അപ്പോൾ ഞാൻ കുറച്ച് ഒരു ഡിഷ് വാഷ് ലിക്വിഡ് കൂടിയിട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് കാണിക്കുന്നത് ഇതേപോലെ നമ്മുടെ മിക്സിയൊക്കെ കുറച്ച് ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിന് ഈ ഒരു പുറത്തും ഉൾവശത്തൊക്കെ നല്ല പോലെ തന്നെ മഞ്ഞ കളറിൽ അഴുക്കൊക്കെ പിടിക്കും. അപ്പോൾ നമ്മൾ ഡെയിലി നമുക്ക് തുടക്കാൻ സമയമില്ല എന്നുണ്ടെങ്കിലും ആഴ്ചയിൽ ഒരു തവണയൊക്കെ ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മിക്സിയൊക്കെ പുത്തനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ഉൾവശത്തല്ല, പക്ഷേ ഈ ഒരു പുറത്ത് നമുക്ക് വെള്ള കളറിലുള്ള മിക്സിയൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്കറിയാം വെറുതെ തുടച്ച് കളഞ്ഞാലും അതിൽ ആ ഒരു മഞ്ഞ കറയൊക്കെ കാണൂലേ.
അപ്പോൾ അങ്ങനെ ആ ഒരു വെള്ള കളർ മങ്ങിയിട്ടുള്ളതൊക്കെ നമുക്ക് ഈ ഒരു സൊല്യൂഷന് വെച്ചിട്ട് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മളിത് എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് എല്ലായിടത്തും ഒന്ന് ഉരച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിൽ വല്ലാണ്ട് ഒരയില്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ മിക്സിയിൽ വര വീഴൊന്നുമില്ല. നമ്മൾ എല്ലായിടത്തും ഇതുപോലെ ഒന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട്. ഈ ടവൽ വെച്ചിട്ട് വേണം നമ്മൾ തുടച്ചെടുക്കുന്നത് കേട്ടോ. എല്ലായിടത്തും ഇപ്പോൾ തുടച്ച് ഒന്ന് വെള്ളം നമുക്ക് ആ ഒരു മുട്ടത്തോടിൻ്റെ തരിതരിപ്പൊക്കെ പോകണമെങ്കിൽ ഒന്ന് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം നമ്മളൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മുടെ മിക്സിയുടെ ഉൾവശം പുറമൊക്കെ നല്ല പോലെ തന്നെ വൃത്തിയായിട്ടുണ്ട്, നല്ല പുത്തനായിട്ടുണ്ട്. അപ്പോൾ ഇതും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇനി നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കറ പിടിച്ചിട്ടുള്ള പാത്രങ്ങൾ, ഏത് രീതിയിലുള്ള കറ പിടിച്ച പാത്രങ്ങളും നമുക്ക് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മുടെ ഗ്യാസിൻ്റെ മേലെയൊക്കെ വെച്ചാൽ ഇതുപോലെ ചിലപ്പോൾ പാത്രത്തിൻ്റെ അടിയിലൊക്കെ ഈ ഒരു കളർ വന്നിട്ടുണ്ടാവില്ലേ, അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ നല്ല പോലെ തന്നെ ഒരു മഞ്ഞ കറ പിടിച്ചിട്ടുള്ള ഒരു കലത്തിലാണ് നമ്മൾ ഇത് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലപോലെ തന്നെ ഒന്ന് ഉരച്ച് കളയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് തന്നെ കളയാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ചെയ്ത് നോക്കി 100% റിസൾട്ട് ഉള്ളതാണ്. നോൺ സ്റ്റിക്ക് പാത്രത്തിൻ്റെ ബാക്ക് വശത്ത്, അതുപോലെ തന്നെ നമ്മൾ ചായ ഉണ്ടാക്കുന്ന പാത്രം, അങ്ങനെ എന്തും നമുക്ക് ഉരച്ച് ഇതുപോലെ വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നല്ല പുത്തനാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് കരിഞ്ഞു പിടിച്ച പാത്രമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഇതുപോലെ ചെയ്യാം. ഇനി നമ്മൾ കുറച്ച് നമ്മുടെ സിങ്കിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സിങ്ക് നല്ല പോലെ തന്നെ ഒരു കളറൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റീലിൻ്റെ അതേ കളർ കിട്ടാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വശത്തൊക്കെ നല്ല പോലെ തന്നെ ഉച്ചിലുണ്ടാവൂലേ, അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഇതുപോലെ കുറച്ച് ഈ ഒരു സൊല്യൂഷൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ തന്നെ ഒന്ന് ഉരച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു വെള്ളം പോകുന്ന ഈ ഒരു ഭാഗത്തൊക്കെ നല്ല പോലെ തന്നെ ഒരു ഉച്ചിലൊക്കെ പിടിക്കും. അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉച്ചിൽ പോകുന്നു മാത്രമല്ല, നല്ല പോലെ തന്നെ ആ ഒരു സ്റ്റീലിൻ്റെ കളറും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ കണ്ടോ, നമ്മൾ നല്ല പോലെ തന്നെ ഒന്ന് വെള്ളം ഒഴിച്ച് കളയുക. കാരണം ആ ഒരു മുട്ടത്തോടിൻ്റെ തരിതരിപ്പ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് കഴുകിയെടുക്കണം. അപ്പോൾ നമ്മൾ എല്ലായിടത്തും ഒന്ന് കഴുകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് പൊടിച്ച് ഒരു പാത്രത്തിലൊക്കെ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യാനുസരിച്ച് ഇതേപോലെ ആഴ്ചയിലും മാസത്തിലൊക്കെ ചെയ്താൽ മതി. ഇപ്പോൾ കണ്ടോ, നമ്മുടെ സിങ്കൊക്കെ നല്ല പുത്തനായിട്ടുണ്ട്. ഇനി നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സ്റ്റീലിൻ്റെ കപ്പ്, അതുപോലെ തന്നെ സെറാമിക് കപ്പ്, ഗ്ലാസ്, ഇതൊക്കെ നമുക്ക് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതാവുമ്പോൾ അതിൽ ചായയുടെയൊക്കെ കറ ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് തവി, സ്പൂണ്, സ്റ്റീലിൻ്റെ സ്പൂണ്, അതിലൊക്കെ ഇതുപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ കൂടുതലൊന്നും കാണിക്കുന്നില്ല, വല്ലാണ്ട് ഈ കറ പിടിച്ചത് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇതൊക്കെ നമുക്ക് കഴുകുമ്പോൾ തന്നെ നല്ലൊരു തിളക്കം നമുക്ക് കിട്ടും. ആ സ്റ്റീലിൻ്റെയൊക്കെ ആ ഒരു പുതിയ കളർ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതും ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക. നമ്മൾ വീഡിയോ ഒട്ടും ലാഗാക്കുന്നില്ല, നമ്മൾ പെട്ടെന്ന് തന്നെ ടിപ്സൊക്കെ പറയുന്നുണ്ട്. അടുത്തത് നമ്മൾ വാഷ് ബേസിലാണ് ഇത് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമുക്ക് സ്റ്റീലിൻ്റെ ഇതുപോലുള്ള പൈപ്പിലൊക്കെ നമ്മുടെ ആ ഒരു അതിൻ്റെ ആ ഒരു കളറൊക്കെ മങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിലും, അതുപോലെ തന്നെ നമ്മുടെ ഈ വാഷ് ബേസിലൊക്കെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു വെള്ളമൊക്കെ എപ്പോഴും അതിൽ ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഉച്ചിൽ പിടിക്കും. അതിൻ്റെ ആ കളറൊക്കെ നമുക്കറിയാം, പെട്ടെന്ന് അഴുക്ക് പിടിക്കും അല്ലേ. അപ്പോൾ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സൊല്യൂഷൻ കുറച്ച് എല്ലായിടത്തുമായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിത് വെറുതെ ഇതുപോലെ ഒന്ന് ഉരച്ചാൽ മതി. നമുക്ക് കമ്പിയുടെ സ്ക്രബ്ബറിൻ്റെ ഒന്നും ആവശ്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് കറയും അതുപോലെ തന്നെ ചെളിയൊക്കെ കളഞ്ഞ് പുത്തനാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ കുഴൽക്കിണറിൻ്റെയൊക്കെ വെള്ളം യൂസ് ചെയ്യുന്നവർക്കറിയാം, എപ്പോഴും ഒരു മഞ്ഞ കറ പോലെ നമുക്ക് ആ ഒരു വാഷ് ബേസിലും ക്ലോസറ്റിലൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അവർക്കൊക്കെ ഇത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളും ഉപയോഗിക്കുന്നത് കുഴൽക്കിണറിലെ വെള്ളമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു മഞ്ഞ ഒരു പാട് പോലെ എപ്പോഴും നമ്മുടെ ക്ലോസറ്റിലും വാഷ് ബേസിലൊക്കെ കാണാം. വെള്ള കളർ ആയതുകൊണ്ട് തന്നെ അതൊരു ഭംഗിയായിട്ട് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ ഇതുപോലെ ഒന്ന് ഉരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പുത്തനാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ആ ഒരു ഫിനിഷിങ് തന്നെ നമുക്ക് പുതിയതിൻ്റെ ഫിനിഷിങ് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ഇനി ഇത് കഴുകി കഴിയുമ്പോൾ അറിയാം എത്രത്തോളം വൃത്തിയായിട്ടുണ്ട് എന്നുള്ളത്. ആദ്യത്തിൽ നിന്ന് ഒരുപാട് മാറ്റം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ടിപ്പും ചെയ്ത് നോക്കുക. ഒരു കുഞ്ഞു ടിപ്പാണ്. നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ബാത്റൂം കഴുകുന്നതും വാഷ് ബേസ്, അതുപോലെ തന്നെ സിങ്കൊക്കെ ക്ലീൻ ചെയ്യുന്നത്. അത് ഇതുപോലെയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും.
പിന്നെ നമ്മുടെ ക്ലോസറ്റാണ് കേട്ടോ. നമ്മൾ പറഞ്ഞ പോലെ കുഴൽ കിണറിൻ്റെ വെള്ളം യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഡെയിലി നമ്മൾ കഴുകി കഴിഞ്ഞാലും ഒരു മഞ്ഞ പാട് പോലെ അതിലെപ്പോഴും ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതിൽ കുറച്ച് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മഗ് അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ബക്കറ്റിലൊക്കെ ഇതൊന്ന് കഴുകി കൊടുക്കുക. അപ്പോൾ ഞാനിത് മുഴുവനായിട്ട് ഇപ്പോൾ ഒന്ന് തേച്ചെടുത്തിട്ടുണ്ട്. ഉൾവശത്തും പുറം വശത്തും ഒക്കെ നമ്മൾ നല്ല പോലെ തന്നെ ഒന്ന് തേച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒന്ന് കഴുകുകയാണ് കേട്ടോ. നമ്മൾ കപ്പ് നല്ല പോലെ തന്നെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. അതിലുള്ള ആ വഴുവഴുപ്പും ഉച്ചിലൊക്കെ പോയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ചെരുപ്പും ബക്കറ്റും ഒക്കെ കഴുകിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അതൊന്നും കാണിക്കുന്നില്ല. പിന്നെ നമ്മുടെ ചുമരിൽ, ബാത്റൂമിൻ്റെ ഒക്കെ ചുമരിൽ ഈ മഴക്കാലം ഒക്കെ ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം പെട്ടെന്ന് തന്നെ ആ ഒരു ഉച്ചിൽ പിടിക്കും. ആ ഒരു ഉച്ചിലും അതുപോലെ തന്നെ സോപ്പിൻ്റെ പതയും കറയൊക്കെ കളയാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ബാത്റൂമിൻ്റെ ആ ഒരു ചുമരിൽ അതുപോലെ തന്നെ ഫ്ലോറിൽ നമ്മുടെ ക്ലോസറ്റ് എല്ലായിടത്തും നമുക്ക് കഴുകാവുന്നതാണ്. അപ്പോൾ നമുക്ക് നല്ല റിസൾട്ടാണ് കേട്ടോ. നമുക്ക് ഈ ഒരു മുട്ടത്തോടിൻ്റെ തരിപ്പ് കൂടി ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് കറയൊക്കെ പെട്ടെന്ന് കളയാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ബേക്കിംഗ് സോഡയൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ നമുക്ക് ബേക്കിംഗ് സോഡ നല്ലൊരു ക്ലീനിങ് ഏജൻ്റ് ആണല്ലോ. ബേക്കിംഗ് സോഡയും ഉപ്പും ഒക്കെ നല്ലൊരു ക്ലീനിങ് ഏജൻറ്റ് കൂടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി കൂടുമ്പോൾ നമ്മുടെ ബാത്റൂമിലുള്ള കറയൊക്കെ പെട്ടെന്ന് തന്നെ കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതാ നമ്മൾ എല്ലായിടത്തും ഉരച്ചിട്ടുണ്ട്. ഇനി നമുക്കറിയാം കഴുകുമ്പോൾ കാണുന്ന ഒരു വൃത്തി, നല്ലൊരു തിളക്കം തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് യൂസ് ചെയ്ത് നോക്കിയാലുള്ളൂ ഇതിൻ്റെ റിസൾട്ട് നമുക്കറിയാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കഴുകുമ്പോൾ കുറച്ചധികം വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കണം. കാരണം ഇല്ലെങ്കിൽ ഈ ഒരു തരിപ്പ് എല്ലായിടത്തും ഇങ്ങനെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇതേപോലെ നമ്മൾ ക്ലോസറ്റും ഉരച്ച് കൊടുക്കുക. ഉരച്ച് ഫ്ലഷ് അടിക്കുമ്പോൾ നമുക്കറിയാം അതിലുണ്ടായിട്ടുള്ള മഞ്ഞ കറയും പാടൊക്കെ പോവും. കുഴൽ കിണറിൻ്റെ വെള്ളം ഉപയോഗിക്കുന്നവർക്കൊക്കെ ഇത് നല്ല യൂസ്ഫുൾ ആവും കേട്ടോ. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് ഉപയോഗിക്കാവുന്നതാണ്. മഞ്ഞ കറയൊക്കെ പെട്ടെന്ന് തന്നെ കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നമുക്ക് തുണിയിലെ കറ കളയാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ വെള്ള തുണി, നമ്മൾ വെള്ള ഷർട്ടിലൊക്കെ നമുക്ക് ആ ഒരു ഷൈനിങ് കിട്ടാൻ വേണ്ടിയിട്ടും ബലത്തിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്ത് അതിലേക്ക് കുറച്ച് മുട്ടത്തോട് പൊടി മാത്രം ഇട്ട് വെക്കുക. അതിനുശേഷം നമുക്ക് ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞൊന്ന് നമ്മൾ ഇതേപോലെ വെള്ളത്തിൽ മുക്കിയിട്ട് വിരിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കട്ടിയെ നമുക്ക് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ഒരു ബ്രൈറ്റ്നെസ്സും കിട്ടും. ഇത് നമ്മൾ ഇവിടെ കറയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പോകുമെന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. നമുക്കത് പോയി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു സൊല്യൂഷനിൽ ആ കറയായ ഭാഗം മാത്രം ഒന്ന് ഒരു കുറച്ച് ഭാഗത്ത് തേച്ച് ആ ഒരു വെള്ളത്തിൽ തന്നെ നമ്മൾ ഈ ഒരു സൊല്യൂഷനിൽ തന്നെ കുറച്ച് സമയം ഇട്ട് വെച്ചു. കുറച്ചധികം സമയം, ഒരു മണിക്കൂറോളമൊക്കെ നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മളൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അലക്കിയപ്പോൾ പോവാത്ത കറയാണ്. അപ്പോൾ നമ്മൾ ഈ രീതിയിൽ ചെയ്തപ്പോൾ നല്ല പോലെ തന്നെ പോയിട്ടുണ്ട്. അപ്പം ചെറിയ കറയൊക്കെ കടുപ്പത്തിൽ ഉള്ളതല്ലാത്ത കറയൊക്കെ നമുക്കിതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതും നല്ല യൂസ്ഫുൾ ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ ടിപ്പ് ഇത്രയൊക്കെയാണ്. നമ്മുടെ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യണം. നമ്മൾ മുന്നേ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്, കാണാത്തവർ കണ്ടു നോക്കണം. താങ്ക് യു.